ഇത് പാടിയില്ലെങ്കിലേ എനിക്ക് പറ്റൂല. ഇത് പാടിയില്ലെങ്കിൽ, ഇൻ്റർവ്യൂവിൽ പാടിയില്ലെങ്കിൽ ഏതോ ഒരു സിനിമയിൽ പിന്നെ ഇന്നസെൻ്റ് ഏട്ടന് അത് ആ സത്യം പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മണ്ടേ ചെന്ന് പറയും. അതുപോലെ ഇത് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വെറുതെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരും പാടിയിട്ട് വരാൻ പോകുന്ന പാട്ട് പിള്ളേർക്ക് വേണ്ടി. ഈ പിള്ളേരാകുമ്പോഴേ പെട്ടെന്ന് അവരെ മനസ്സിൽ നിന്ന് പോവേയില്ല, പിന്നെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ പോയത് ഞാനാണ്. സ്കൂളുകളിൽ, കോൺവെൻറ്റുകൾ, എല്ലാത്തിനും ഈ പ്രവേശനോത്സവം അങ്ങനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം 4 സ്ഥലത്ത് വരെ ഞാൻ പോയിട്ടുണ്ട്. നാടാണ് ഏറ്റവും കംഫർട്ട്. എനിക്ക് അവിടെ രാവിലെ ഇറങ്ങി, ഞാൻ ഭയങ്കര ചായക്കാരനാണ്. രാവിലെ ഇറങ്ങി അവിടെ നിന്ന് ചായ കുടിക്കുക, വൈകുന്നേരം ഇറങ്ങുക ചായ കുടിക്കുക, അവിടെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുക, ഒരു നേരം ആകുമ്പോൾ വീട്ടിൽ കയറുക. ഇത് ഇപ്പോഴല്ലേ നമുക്ക് പ്രോഗ്രാമും അങ്ങനെയുള്ള സംഭവങ്ങൾ. പണ്ട് നമ്മൾ ഇതായിരുന്നല്ലോ. പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഒരു ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു, ഇത്തിരി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നു. അത് കാണുമ്പം നമുക്ക് ഒരു പേടി തോന്നത്ത കാര്യത്തില്ല. അല്ലാതെ അങ്ങനെ അവിടെ വേറെ സംഭവമൊന്നുമില്ല. ഒരുപാട് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, ഒരുപാട് ആരുടെ അടുത്തെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞു. ജോഷി സാറിൻ്റെ അടുത്ത് ഉൾപ്പെടെ ആരുടെ അടുത്തെല്ലാം എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് എന്നെ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടി കൈയുയർത്തി സഹായിച്ചൊരു വലിയൊരു കൈയും ഇതേപോലെ മുട്ടിന് താഴെ ഇറക്കമുള്ളൊരു ഷർട്ടും തോളിലിങ്ങനെ തട്ടിയിട്ട് ഒരു തടവൽ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളത്താടിയും ഒക്കെ ആയിട്ട് വയറൊക്കെ ഒരാളെ ഇങ്ങനെ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ അതിന് നിൻ്റെ പ്രകടനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. നമ്മൾ ലതാ മങ്കേഷ്കർ, നമ്മുടെ മലയാളത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീജ, ഇവരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും പാടാൻ പറ്റും. അതേപോലെയാണ് തങ്കച്ചേട്ടൻ്റെ ഒരു ഇത്. തങ്കച്ചേട്ടന് ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ ഫിഗർ ഷോയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഡിങ്കൻ, അതെ, പിന്നെ മൗഗ്ലി, അതെ, ഡിങ്കൻ, മൗഗ്ലി, അങ്ങനെ കുറേ അത് പിള്ളേർക്ക് വേണ്ടി. ഡോറ, അതെ, പിള്ളേർക്ക് വേണ്ടിയായിട്ട്. അതുകൊണ്ടാണ് ഈ പിള്ളേർ നമ്മൾ വാഹനത്തിൽ പൊക്കിട്ട് കഴിഞ്ഞാൽ സത്യം ഈ മാതാപിതാക്കളോ വലിയ ആൾക്കാരെ കണ്ടില്ലെങ്കിൽ ഈ പിള്ളേർ ചൂണ്ടിക്കാണിക്കും. ഈ പിള്ളേർ ചൂണ്ടിക്കാണിക്കും. അവർ തിരിച്ചു വന്നിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞ് പിന്നെ ആ മാമ അവിടെ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പിള്ളേർ ക്യാച്ച് ചെയ്യും അത് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ. പക്ഷേ അത് ഈ കൂടുതലും ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10, 100, 125 കണ്ട ക്യാരക്ടർ കണ്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ദിവസം ഇളയരാജ സാർ ചെയ്യണമെങ്കിൽ അടുത്ത പേര് പറഞ്ഞാൽ ഡിങ്കൻ, അത് കഴിഞ്ഞ് ഇന്ന ആൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ മൗഗ്ലി. ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത, അപ്പോൾ നമ്മൾ ഒന്നും മാത്രമല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചേട്ടൻ്റെ ഫേസിൻ്റെ ഇന്നസെൻസിനും ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന കുട്ടികളുടെയാണ്. കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പോകുന്നതല്ലേ? അല്ല, ഞാൻ ഇനി വരാൻ പോകുന്ന പാട്ടുകൾക്ക് പിള്ളേർക്ക് വേണ്ടിയാ. ഇനി വരാൻ പോകുന്ന പാട്ട് പിള്ളേർക്ക് വേണ്ടിയാ. ഈ പിള്ളേരാകുമ്പോഴേ പെട്ടെന്ന് അവരെ മനസ്സിൽ നിന്ന് പോവേയില്ല, പിന്നെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. പിന്നെ നമുക്കിപ്പോൾ ഇറങ്ങിയ ആൽബം ഇല്ലേ, ആ ആൽബം തന്നെ ശരിക്കും ഈ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ടിടാൻ വേണ്ടിയായിരുന്നു. കാരണം ഈ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ പരീക്ഷ നോക്കണം. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെ യുദ്ധം വന്ന്, അപ്പോൾ എല്ലാ യുദ്ധത്തിൻ്റെ ഒരു ഇതിലായിപ്പോയി. അങ്ങനെ ഇതെല്ലാം ഒതുങ്ങിയിട്ടാണ് ഈ പാട്ടിറങ്ങാൻ കുറേ നാളുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ പാട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി പിള്ളേർക്കൊരു വെക്കേഷൻ പറഞ്ഞ സമയത്തായിരിക്കും പിള്ളേർക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്തത്. പിള്ളേർക്ക് വേണ്ടി ഒരു സിനിമയോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തൂടെ? പിള്ളേർക്ക് വേണ്ടി ഇന്നോട്ട് പോകുമ്പോൾ അല്ല, പിള്ളേർക്ക് വേണ്ടി സിനിമ അല്ല, പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ഫിലിമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. കാരണം കുട്ടികളാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ കരുത്ത്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ള ചേട്ടനെ പോലെ ആൾക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ പോയത് ഞാനാണ്. സ്കൂളുകളിൽ, കോൺവെൻറ്റുകൾ, എല്ലാത്തിനും ഈ പ്രവേശനോത്സവം അങ്ങനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു ദിവസം 4
സ്ഥലത്ത് വരെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സ്നേഹം കൊണ്ട് പോകുന്നവരുണ്ട്, അതിനൊരു പ്രതിഫലം അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷേ എങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനത് ഒഴിവാക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേർ നമ്മളെ കാണുകയും അതിനനുസരിച്ച് ആ പിള്ളേർ ആ ദിവസം പുതിയ ഉടുപ്പും ഒക്കെ ഇട്ട് പുതിയ പുസ്തകമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അത് കാണാനും നമുക്കൊരു സന്തോഷം. എന്താ ഇപ്പം വിളിക്കുന്നത്? തങ്കു എന്ന് വിളിക്കോ, തങ്കച്ചേട്ടനെ വിളിക്കോ? തങ്കു എന്ന് വിളിക്കുന്നത് ഇപ്പം പറഞ്ഞ് ഞാനൊരു തങ്കുവായി മാറി. എന്നാലും സീരിയസ് ആയിട്ടുള്ളവരൊക്കെ തങ്കച്ചൻ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇപ്പം തങ്കു എന്ന് വിളിക്കുന്ന ഇഷ്ടം. അപ്പോൾ കുറച്ചുകൂടെ ഒരു വാത്സല്യവും ഒരു ഓമനത്വമുണ്ട്. അങ്ങനെ വിളിക്കും. നമ്മൾ ഏത് പ്രായമായാലും നമ്മൾ കുട്ടിയായി മാറില്ലേ? അതെ. അല്ല, എന്നെ വീട്ടിൽ വിളിക്കാൻ തങ്കാന്നായിരുന്നു വിളിക്കുന്നത്. തങ്കാന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ആ ഷോയിൽ കയറിയപ്പം പിന്നെ അത് അവരെല്ലാം കൂടെ തങ്കുവാക്കി. പക്ഷെ ആ തങ്കു അത് എന്തായാലും എല്ലാവരിലേക്ക് എത്തി. എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും പിള്ളേർ ചാടി കയറി വരുമോ പുറത്തൊക്കെ അടുത്ത് കെട്ടിപ്പിടിക്കാനും? പിന്നെ പിള്ളേരല്ലേ നമ്മുടെ എന്താ പറയുക, അവർക്ക് കളങ്കമില്ല, നിഷ്കളങ്കരല്ല. അവർ ഓടി അടുത്ത് വരും, അടുത്ത് വന്ന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടുത്ത് വരും. അതെ. അപ്പോൾ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, അവർക്ക് ഈ നാടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തങ്കച്ചൻ്റെ ഒരു പ്രത്യേകത നാടിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇപ്പം പേരിൽ തങ്കച്ചൻ വിതുരയുണ്ട്. അപ്പോൾ എന്താണ് നാടുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം? നാടുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെ പോയിരുന്നാലും എൻ്റെ നാട്ടിൽ വരണം. നാടാണ് ഏറ്റവും കംഫർട്ടബിൾ. നാടാണ് ഏറ്റവും കംഫർട്ട്. എനിക്ക് അവിടെ രാവിലെ ഇറങ്ങി, ഞാൻ ഭയങ്കര ചായക്കാരനാണ്. രാവിലെ ഇറങ്ങി അവിടെ നിന്ന് ചായ കുടിക്കുക, വൈകുന്നേരം ഇറങ്ങിയ ചായ കുടിക്കുക, അവിടെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുക, ഒരു നേരം ആകുമ്പോൾ വീട്ടിൽ കയറുക. ഇത് ഇപ്പോഴല്ലേ നമുക്ക് പ്രോഗ്രാമും അങ്ങനെയുള്ള സംഭവങ്ങൾ. പണ്ട് നമ്മൾ ഇതായിരുന്നല്ലോ, രാവിലെ കൊച്ചുവെളുപ്പം കാലത്ത് ഇറങ്ങുന്ന പാതിരാത്രിയിൽ വീട്ടിൽ കയറിക്കൊണ്ടിരുന്നു. ആ ശീലം ഇപ്പോൾ നാട്ടിലായിരുന്നാലും ഇപ്പോഴും എനിക്ക് എൻ്റെ അവിടുത്തെ ആറ്റിൽ നിന്ന് കുളിക്കുക, അവിടെ നിന്ന് പിന്നെ കടകളിൽ നിന്ന് ചായ കുടിക്കുക, എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്താ പറയുക, എവിടെ നോക്കിയിരുന്നാലും ഞാനവിടെ കാണും. എവിടെ നോക്കിയിരുന്നാലും എൻ്റെ നാട്ടിൽ നീന്തു നന്നായിട്ട്. നന്നായിട്ട് അങ്ങനെ നീന്തൽ പഠിച്ചുള്ള നീന്തലല്ല, എന്നാലും നമ്മൾ സ്വാഭാവികമായിട്ട് പഠിച്ചൊരു നീന്തൽ. അത്യാവശ്യം ഒഴുക്കിനെതിരെ ഒഴുക്കിൽ ക്രോസ് ചെയ്തൊക്കെ നീന്തി അപ്പുറത്തൊക്കെ ആറ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊക്കെ പോകും. അങ്ങനെയൊക്കെ കുളിക്കും. പിന്നെ ആരൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു വെള്ളമല്ലേ ആ ഭാഗത്തൊക്കെ? വലിയ അടിപൊളി കുടിക്കാം, നമുക്ക് കുടിക്കാം, നേരിട്ട് കുടിക്കാം. അത് ഈ നമ്മൾ അഗസ്ത്യാർകൂടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ പിന്നെ ഔഷധ സസ്യങ്ങളിൽ നിന്ന് തട്ടി വരുന്ന വെള്ളം ആണ്, അതല്ലാന്ന് പറയാൻ പറ്റില്ല, ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഫിൽറ്റർ പോലും ചെയ്യണ്ട, നമുക്ക് അല്ലാതെ വരെ കുടിക്കാം. അങ്ങനെയാണ്. ഈ നല്ല എന്താ പറയുക, നല്ല കണ്ണീര് പോലെ ഇരിക്കും. ഇപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് എൻ്റെ വേസ്റ്റും പണ്ടലെല്ലാം പോയിട്ട് നല്ല കണ്ണീര് പോലെ കിടക്കും. എല്ലാവരും കോരി പിടിക്കും. പിന്നെ അവിടുന്ന് മീനൊക്കെ ചൂണ്ടായിട്ട് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അവിടെ അങ്ങനെയൊന്നുമില്ല. ഈ പാചകം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ വെച്ച് നമ്മൾ ആ ഭാഗത്ത് വെച്ച് പാചകം ചെയ്യുക, കൂട്ടുകാരോടൊപ്പം. ചേട്ടന് പാചകം നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ കൂട്ടുകാരോടൊപ്പം പോയിട്ട് അവിടെ അതിൻ്റെ കരയിലൊക്കെ വെച്ച് പാചകം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിട്ട് പാചകം ചെയ്യുക, അങ്ങനെ? പാചകം ഞാൻ ചെയ്യും. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ പാചകം ചെയ്യും. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അതായത് നമ്മുടെ ആവശ്യത്തിനുണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള പാചകം ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം അതാണ്. സ്വന്തമായിട്ട് പാചകം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് പാചകം ചെയ്യുന്നതാണ് മീൻകറിയാണ്. മീൻകറി നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലിൽ തേങ്ങയൊക്കെ അരച്ച് മുരിങ്ങയൊക്കെ ഇട്ട വടക്കോട്ടുള്ള ഒരു മുരിങ്ങക്കേടന് ഇഷ്ടമല്ല. മീൻകറി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തരച്ച് ഈ മല്ലിയും മുളകും തേങ്ങയെല്ലാം കൂടെ വറുത്ത് അരച്ച് ഉലുവയെല്ലാം കൂടെ ചേർത്ത് വറുത്തരച്ചിട്ട് ഒരു കറി, അതിൽ മുരിങ്ങയ്ക്ക, തക്കാളി, പിന്നെ ഈ മറ്റേ ഉണ്ടമുളക്, നമ്മളവിടെ ഉടംകൊല്ലി എന്ന് പറയും, മറ്റുള്ള സ്ഥലത്ത് എന്താണെന്ന് അറിഞ്ഞു. നമ്മൾ നല്ല എരിവാണ്. അല്ല, ഉടംകൊല്ലി മുളക് ഇതെല്ലാം കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു കറി. അതിനൊരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാം, കാരണം എല്ലാ സാധനവും ആ ചട്ടിക്കകത്ത് കാണും. അങ്ങനെ വെച്ചൊരു കറി. അത് അന്നത്തെ കാലത്ത് വേറെ ഒന്നുമില്ല, ഇതല്ലേ ഉള്ളൂ. അപ്പം എല്ലാം കൂടെ ചേർത്തൊരു കറി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും.
ഈ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്താണ് ഒന്നിനും ടേസ്റ്റ് ഇല്ലാതായിരുന്നു. ഇപ്പോൾ ഒന്നിനും ഇപ്പോൾ എല്ലാം പൊടിയല്ലേ, പൊടി ഐറ്റം സൂപ്പും അതും ഇതെല്ലാം. മറ്റേന്ന് പറഞ്ഞാൽ കല്ലുപ്പാണ്, കല്ലുപ്പ്, മഞ്ഞൾ, കട്ടമഞ്ഞൾ, വറ്റൽമുളക്, മല്ലി, ഇതെല്ലാം കൂടെ പലവരെ കടയിൽ നിന്ന് ഒരുമിച്ച് കിട്ടുമല്ലോ. അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് എല്ലാം വറുത്ത് ചൂടാക്കിയിട്ട് ഒരു കറി വയ്ക്കും. അപ്പോൾ ഈ ഒരു കറിയേ ഉള്ളൂ, അപ്പോൾ ലേറ്റായാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് വിശപ്പും കൂടും, ടേസ്റ്റും കൂടും, എല്ലാം അതിനകത്ത് കാണും. ഫ്രണ്ട്സിന് ഇത് കറി വെച്ച് കൊടുത്തിട്ടുണ്ടോ? ആ ഉണ്ട്. അവരെ അതെ അതെ ഗംഭീരം. അതെ അതെ. അത് നല്ല ഈ വങ്കട മീൻ, പിന്നെ ചൂര. അപ്പം ചൂര കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളത്തെ കരിന്തോലി, മേളത്തെ കരിന്തോലി ഇല്ലേ, കരിന്തോലി എടുത്ത് കളയുക. എന്നിട്ട് അടിയിലെ സിൽവർ എടുത്ത് കളയുക. എന്നിട്ട് മാംസം മാത്രം എടുക്കുക. എന്നിട്ട് ഉലുവയും ഈ പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഉലുവ കൂടുതൽ വേണം. ഉലുവ കൂടുതൽ ഇട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കറി. ഇത് പൊന്മുടി പോകുന്ന ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ പൊന്മുടി പോകാറുണ്ട്. ആ പൊന്മുടി പോകുന്ന വഴിയിൽ അങ്ങനെ ഒരു നൈറ്റ് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് അത് അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഇല്ല, അതിനൊന്നും അനുമതിയില്ല അവിടെ. അതിന് അനുമതി ഇല്ല. 4 മണി വരെ ഉള്ളൂ കയറ്റി വിടുന്നത്. 4 മണി വരെ. അത് കഴിഞ്ഞാൽ അതെല്ലാം സ്ട്രിക്റ്റ് ആണ് അവർ. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം പൊന്മുടി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില സമയത്ത് ആ പൊന്മുടി ആ ഗസ്റ്റ് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരുന്ന തിരക്ക് ഞങ്ങളെ ജംഗ്ഷൻ വരെ ഉണ്ടാവും. അത്ര തിരക്കായിരിക്കും. ഈ ഇടക്കാലങ്ങളിൽ ഞങ്ങൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല തിരക്കുകളാണ്. അത്ര തിരക്കാണ്. ഓരോരുത്തർ കണ്ടു. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വേറെ ടൈപ്പ് ക്ലൈമറ്റ്, മഞ്ഞും അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവർ അത് കയറ്റി വിടുന്നു. അതുപോലെ തന്നെ അവർ നിശ്ചയ സമയമാകുമ്പം ഇറക്കി വിടുന്നു. വഴിയിലങ്ങ് കിടക്കാനൊന്നും കാണില്ല. അത് ഫോറസ്റ്റ് ഓഫീസറെല്ലാം സ്ട്രിക്റ്റ് ആണ്. ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അത് കറക്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ആളെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്നിട്ട് അവരെ കറക്റ്റ് ചെയ്ത് വിടും. അങ്ങനെ. അതിൻ്റെ അടുത്ത് ബ്രൈമൂർ അവിടെ ഇല്ല. ബ്രൈമൂർ അവിടെ. ഇത് ബോണക്കാട് അഗസ്ത്യാർകൂടം, അതൊരു പേപ്പാറ വേറെ റൂട്ട്. അതെ. ഈ നമ്മുടെ ബോണക്കാടല്ലേ ഒരു പ്രേത ബംഗ്ലാവ് ഒക്കെ ഉണ്ട്. അവിടെ പോയിട്ടുണ്ടോ? ഉണ്ട്. അവിടെ ആളൊക്കെ വരുന്നുണ്ട്. ആൾ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. രാത്രി പോയിട്ടുണ്ടോ? ഇല്ല, രാത്രി പോയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഈ നാട്ടുകാർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേത ബംഗ്ലാവിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാവരും പ്രേത ബംഗ്ലാവ്, പ്രേതം, മറ്റത് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. ഇത് ചുമ്മാ ആവശ്യമില്ല പബ്ലിസിറ്റി, വെറുതെ പറഞ്ഞുണ്ടാക്കിയ സംഭവങ്ങളാണ്. ഇപ്പൊ നിങ്ങളും പറഞ്ഞില്ലേ നിങ്ങൾക്ക് അവിടെ പോകണമെന്നൊരു താല്പര്യമില്ലേ? പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു, ഇത്തിരി ശോചനീയാവസ്ഥയിൽ കിടക്കുന്നു. അത് കാണുമ്പം നമുക്ക് ഒരു പേടി തോന്നത്ത കാര്യമില്ല. അല്ലാതെ അങ്ങനെ അവിടെ വേറെ സംഭവമൊന്നുമില്ല. പിന്നെ ഓരോരുത്തർ മൗത്ത് പബ്ലിസിറ്റി പറഞ്ഞു. അവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സജീവമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ചേട്ടൻ പോയിട്ടുണ്ടോ? അപ്പം നമ്മുടെ നാടല്ലേ. അല്ല, ആ സമയത്ത് നേരിട്ട് ഈ തേയിലത്തോട്ടം കാണാനൊക്കെ. പിന്നെ ഇപ്പോഴും ഉണ്ട് തേയിലത്തോട്ടം. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ എന്തോ ഓഫീസൊന്നും ഇല്ലാതെ കുറഞ്ഞില്ലേ? അറിയില്ല. ഇപ്പം അവിടുത്തെ അതൊന്നും അറിയില്ല. ഞാൻ പോകും അവിടെ, ഇതിനൊക്കെ പോകും. ഓക്കെ. പിന്നീട് ഇപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സിനിമയിലോട്ട് വരാം. അതെ. സിനിമയിലോട്ട് വന്നാൽ ഇനി അടുത്ത വർക്ക് ഏതൊക്കെയാണ്? അടുത്ത വർക്ക് 1-2 എൻക്വയറിയൊക്കെ ഉണ്ട്, വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചിലത് അതിൻ്റെ ഡേറ്റ് ആയില്ല. ചിലത് 1-2 ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ ഷൂട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി സഹകരിക്കും. ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിൽ ഒരു 2 ദിവസത്തെ വർക്കും കൂടെ ബാക്കിയുണ്ട്. ഈ എഴുത്ത് എന്തെങ്കിലും പ്ലാനുണ്ടോ? സിനിമ എഴുതാൻ? എഴുത്തൊരു പടത്തിൻ്റെ ഒരു ചെറിയ പണിപ്പുര ഞങ്ങൾ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളതിൻ്റെ പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. കോപ്പിറൈറ്റ് അടിക്കുമെന്തോ. ഞാനും നമ്മുടെ പ്രകാശുണ്ട്, ആർട്ടിലെ പട്ടികൾക്കാവുള്ള പ്രകാശ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെപ്പോഴും കാണും. അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്കൊരു പടം എഴുതിയാലോ എന്നൊരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാനങ്ങോട്ട് ചോദിക്കുന്ന പോലെ അവൻ ഇങ്ങോട്ട് ചോദിക്കുന്നു, ഞാനും പറയാൻ വേണ്ടിയിരുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു നിമിത്തം പോലെ. അപ്പം നമുക്കൊന്ന് പ്ലാൻ ചെയ്താലോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്കൊന്ന് ഇരിക്കണം. ഒരു ഇരിപ്പ് കഴിഞ്ഞു, ഇനി 1-2 ഇരിപ്പും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് തീരുമാനം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അത് ദൈവം സഹായിച്ച് നടക്കട്ടെ. അതെ.
അപ്പോൾ നമ്മളിപ്പം സിനിമയുടെ ഒരു കാര്യം ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞു. അപ്പോൾ സിനിമയിൽ വരുന്നൊരു ഘട്ടമുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിൻ്റെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലേ ആദ്യത്തെ സിനിമയിൽ മമ്മൂക്കയൊക്കെ ഒപ്പം അല്ലേ? അതിലാണ് പിന്നെ നമുക്ക് തന്നെ പരോളെന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. ചെയ്തതിൽ ഏറ്റവും ഇപ്പം നിലവിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ഏതിലായിരുന്നു? അല്ല, അങ്ങനെ എടുത്ത് പറയുന്നത്. പക്ഷേ മമ്മൂക്കയുടെ ത്രൂ ഔട്ട് പടത്തിലുണ്ടായിരുന്നു. പൃഥ്വിരാജ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡയറക്ടറിൻ്റെ ദൃശ്യം 1 കുഞ്ഞ് വേഷത്തിലുണ്ടായിരുന്നു. ഏത് വേഷം കിട്ടിയാലും അങ്ങനെയല്ല, സിനിമയുടെ ഭാഗമാവണമെന്നേ ഉള്ളൂ. അങ്ങനെയല്ല, സിനിമ ഒരു നല്ല വിജയിക്കുന്ന ഒരു പടത്തിൽ ചുമ്മാ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു ചെറിയൊരു ഇതുണ്ടാവണം. അല്ല, ഇങ്ങനെ ഒരു റോള് ചെയ്താൽ എനിക്ക് കിട്ടിയാൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും റോള് മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു സീരിയസ് സംഭവമൊക്കെ നമ്മൾ കൂടുതലും കോമഡിയും അങ്ങനെയുള്ള സംഭവങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ സീരിയസ് ആയിട്ടൊരു എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ, സീരിയസിൽ എന്തും ആകാം, അങ്ങനെ എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. എന്ത് സംഭവം ഭദ്രമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എല്ലാ സംഭവവും ഏകദേശം മുറിമുറിയായിട്ട്. അല്ല, അത് ഈ സ്കിറ്റുകളിലും അങ്ങനെയല്ലേ നമ്മൾ തെളിയിക്കേണ്ട, സിനിമയിലും കൂടെയൊക്കെ അല്ലേ നമ്മൾ ഒരു ഇപ്പോൾ ചേട്ടൻ്റെ ഒരു മലയാളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു റോള്, ഇന്ന റോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്, അതുപോലെ റോൾ എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും റോളുണ്ടോ? അല്ല, ഇത് ഓരോ സിനിമകൾ കാണുമ്പോൾ സിനിമയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ ആഗ്രഹിച്ച റോള് കിട്ടിയാൽ നന്നായിരിക്കും, ഞാൻ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ ശരിയാവണ്ടേ? എന്നാലും ഈ റോൾ എനിക്ക് കിട്ടിയാൽ, ആ പുള്ളിക്കാരൻ ചെയ്തതിനേക്കാൾ അല്ലെങ്കിൽ ആ നടൻ ചെയ്തതിനേക്കാൾ എനിക്ക് കിട്ടിയ ആ റോള് ഭംഗിയായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു റോൾ. ഞാനങ്ങനെ ചെറിയ റോളൊന്നും, പിന്നെ ഇന്ദ്രൻസ് നാളെ പറഞ്ഞല്ലേ ബാഹുബലിയോ ടൈറ്റാനിക്കിലെ ജാക്കോ. ഹലോ, എന്തറിയാ, ഈ കിടന്നുറങ്ങി കാണുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലേ അത് വായിച്ചോണ്ട് കിടന്നുറങ്ങാം അല്ലേ? എന്തെങ്കിലും കമന്റുകൾ കിട്ടിയാൽ കിടന്നുറങ്ങാം. അല്ല, നല്ല ഓരോ ചെയ്യുന്ന അഭിനയങ്ങൾ കണ്ട് സത്യം പറഞ്ഞ് ഇഷ്ടവും അസൂയം തോന്നാറുണ്ട്. പക്ഷേ അതുപോലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്തെങ്കിലും ആൾക്കാർക്കൊക്കെ കുഴപ്പമില്ല, അവന് സ്കിറ്റും കാര്യങ്ങളും അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ സിനിമയിൽ ആ ഒരു കഥാപാത്രം കൊടുത്തപ്പോൾ അവൻ നന്നായിട്ട് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞ് സീന്, നമ്മളെല്ലാം കാലത്ത് ഓർമ്മിക്കുന്ന ഒരു കുഞ്ഞ് സീന്, അത് എന്താ പറയുക, ഒന്ന് ശ്രദ്ധിക്കപ്പെടണം. ആ ക്യാരക്ടറിൻ്റെ ഒരു പേര്, ഒരു കഥാപാത്രത്തിന് പേരുള്ള വരുന്ന, അതെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, സന്തോഷത്തോടെ ചെയ്യും. കാരണം ഒരു വലിയ ഇയറിൻ്റെ ഒരുപാട് കുറച്ചധികം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം സ്കിറ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പാട്ട് പാടിയിട്ടാണെങ്കിലും കലാരംഗത്തുണ്ട്. പക്ഷെ ഇതുവരെയ്ക്കും ഇപ്പോൾ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് തങ്കച്ചേട്ടൻ. അദ്ദേഹം ഒരുപാട് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, ഒരുപാട് ആരുടെ അടുത്തെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞു, ജോഷി സാറിൻ്റെ അടുത്ത് ഉൾപ്പെടെ ആരുടെ അടുത്തെല്ലാം എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് എന്നെ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടി കൈവരുത്തി സഹായിച്ചൊരു ആളാണ്. ഞാനിന്ന് കിടക്കുമ്പോൾ ഒരു നേരമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ കിടക്കില്ല. കാരണം ആ ഒരു എന്താ പറയുക, നമുക്ക് ഇപ്പം നിങ്ങൾ ചോദിച്ചത് ഉൾപ്പെടെ അദ്ദേഹം എന്നെ ഫോൺ വിളിച്ച അത് ഞാൻ എവിടെയെല്ലാം പറഞ്ഞു, ആരടുത്തെല്ലാം പറഞ്ഞു, അത് നിമിത്തം വിളിച്ചിട്ട് ഞാൻ എന്തുമാത്രം കഞ്ഞി വാങ്ങിച്ച് കുടിച്ച്, എന്തുമാത്രം എനിക്ക് എവിടെയെല്ലാം എനിക്ക് വിലകൾ കിട്ടി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്കിതല്ലേ പറ്റുള്ളൂ. അത് വേറൊന്നുമല്ല. ഇനിയിപ്പോൾ ഇത് എനിക്ക് ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് സിനിമയുടെ അവസരം കിട്ടാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് കുറച്ച് വേഷം കിട്ടാനോ ഇനി ഇനി ഒരു സാറാവാൻ പോകുന്നില്ല. പക്ഷേ അപ്പം പഠിപ്പിച്ചിട്ട് പോയത് നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളത്, അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇന്നും ഒന്നിനും ഒരു കളങ്കം പറ്റാതെ, ഒരു ഓട്ടം പറ്റാതെ, ഒരു മുടിനാരിന് പോലും ഒന്നും പറ്റാതെ ആ സൗന്ദര്യത്തോടെ ആ പ്രൗഢിയോടെ നമ്മളാകുമ്പോൾ വരണം എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അത് എൻ്റെ പ്രാർത്ഥന മമ്മൂക്കയ്ക്ക് വേണ്ടി. അതാണ് എനിക്ക് ഇതിനപ്പുറത്ത് ഇനി ഒന്നും പറയാൻ
ഇല്ല. അത് ഈ കുട്ടനാടൻ ബ്ലോഗ് സിനിമയുടെ ഷൂട്ടിൻ്റെ പൂജയ്ക്ക് വരുന്നു. മമ്മൂക്കയും ജോസഫ് സാറും കൂടെ ആയിട്ട് ഒരു വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ പൂജയെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. നോക്കിയപ്പോൾ വലിയൊരു കൈയും ഇതേപോലെ മുട്ടിന് താഴെ ഇറക്കമുള്ളൊരു ഷർട്ടും ഇട്ട് തോളിലിങ്ങനെ തട്ടിയിട്ട് ഒരു തടവൽ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ള താടിയും ഒക്കെ ആയിട്ട് വയറക്കാറ്റൊരാളെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ അതിന് നിൻ്റെ പ്രകടനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ആയിക്കോട്ടെ, അതിൻ്റെ പ്രകടനങ്ങളെ കാണുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ പല ആൾക്കാരുടെ അടുത്തും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ജോഷ് സാറ് അങ്ങനെ വളരെ റയറായിട്ട് ഈ സംസാരിക്കാറ് തന്നെ. അതെ അതെ അതെ. ഇങ്ങനെ പറയാന്ന് പറയുന്നത് അതെ, വേറെ ആരും ഇല്ല. ഇത് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നിരവധി വേഷങ്ങൾ തങ്കച്ചേട്ടനെ കാത്തിരിക്കും. തങ്കച്ചേട്ടൻ്റെ ഒരു കഴിവ് ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഇതുവരെയും കുട്ടികളും മുതിർന്ന ആൾക്കാരും എല്ലാവരും കണ്ട് രസിച്ചതാണ്. പക്ഷേ ഇനി നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണണം എന്നാണ് മലയാളികളുടെ ഒന്നടങ്കമുള്ള ആഗ്രഹം. എന്തായാലും അത്തരത്തിലുള്ള നിരവധി ഷോകളും, നിരവധി ഗൾഫ് ഷോ ആയാലും നിരവധി US ഷോ ആയാലും എല്ലാം കിട്ടട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ബിഗ് സ്ക്രീനിൽ തങ്കച്ചേട്ടനെ കാണണം, ത്രൂ ഔട്ട് കാണണം എന്നുള്ളതാണ് മലയാളികളുടെ ഒന്നടങ്കമുള്ള എല്ലാം. അത് ഈശ്വരൻ സാധിച്ചു തരട്ടെ എന്നുള്ളൊരു. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വരട്ടെ. നമ്മളെ ഈ എന്താ പറയുക, ഈ ചില വെയിറ്റിയർ ഹോട്ടലിൽ ഉഴുന്നോട് മറ്റേ ഇത് മസാല ദോശയിൽ ഉഴുന്നോടെ ഉണ്ടോ ചോദിക്കാതെ ചോദിക്കാമല്ലോ ഉഴുന്നോടെ അല്ലേ. എന്നിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഉഴുന്നോടെ എടുത്തോണ്ട് പോകാൻ പറയില്ല. അങ്ങനെ നമ്മൾ ഉഴുന്നുവട ആകാതിരിക്കുക ഒരു സ്ഥലത്തും. അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം, അതായത് ആവശ്യപ്പെടുമ്പോൾ മാത്രം. മനസ്സിലായി? അത് ഒരു സ്ഥലത്ത് നമ്മൾ അനിവാര്യമാണ്, ഒരു ഷോയിലോ എന്തിലോ അവനെ വിളിക്കുക, ഒരു അനിവാര്യമാണെങ്കിൽ മാത്രം. അല്ലാതെ നമ്മൾ എന്താ പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു, ഞാൻ അതെൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ എന്നതുപോലെ. എന്തായാലും മസാല ദോശയ്ക്ക് അടുത്ത് വയ്ക്കുന്ന മലയാളികൾക്ക് മസാല ദോശ തന്നെയാണ്. അല്ല, വേറെ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അല്ല, എന്താ പറയുക, നമുക്ക് ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ്. നമുക്ക് സാധാരണ നമുക്ക് ഒന്നുമില്ല. ഈ ചുമ്മാ റോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടിക്കൊണ്ടൊക്കെ അല്ലെങ്കിൽ ട്രൂപ്പിൽ ഒക്കെ സാധാരണ നമ്മൾ നാട്ടിലെ ട്രൂപ്പിൽ ചില അടുത്തടുത്ത 30, 40, 50 കിലോമീറ്ററിൻ്റെ ആ ഗ്യാപ്പിലൊക്കെ മാത്രം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ പോയി പിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ ഇതുവരെ നിങ്ങളെ മുമ്പിൽ വരെ എത്തിച്ചു നിർത്തിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ആ പ്രേക്ഷകർക്ക് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അവർ എന്താ പറയുക, നമ്മളെ എന്ത് കാര്യം എന്നാലും, ഇപ്പോൾ സിനിമ എന്നാലും ഏത് കാര്യം എന്നാലും, ഇപ്പോൾ ഈ വരുന്ന ഇൻ്റർവ്യൂ ആയിരുന്നാലും ശരി, അവരെ സപ്പോർട്ടുണ്ടാകും തീർച്ചയായിട്ടും. അത് മതി. അതിലപ്പുറത്ത് പിന്നെ എന്താണ് ഉള്ളത്? തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അവരെ മുമ്പ് കൂടെ നമ്മൾ ഷെയർ ചെയ്യുക. അല്ലാതെ അവരൊന്നും അറിയിക്കാതിരിക്കരുത്. എപ്പോഴും ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ യൂട്യൂബിലും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചിലർ ചോദിക്കുന്നത് നല്ല കമൻറ്റ് പറയുന്ന ഒക്കെ സുഹൃത്തുക്കൾ, ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും നമുക്ക് ഒരു ഓമനപുത്രനാകണം എന്നില്ല. അങ്ങനെ പറ്റില്ല. അല്ല, തങ്കച്ചേട്ടാ കണ്ണാടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ കണ്ണാടി വെച്ചിട്ട് കൊള്ളില്ല. തങ്കച്ചേട്ടാ ആ ഷർട്ട് അത് വരെ. തങ്കച്ചേട്ടൻ എന്തിനാണ് അടുത്ത കമൻറ്റ്, തങ്കച്ചേട്ടൻ എന്തിനാണ് തലമുടി വളർത്തിക്കൊണ്ട് കിടക്കുന്നത്? കൊള്ളില്ല. അടുത്ത കമൻറ്റ്, തങ്കച്ചേട്ടാ കോമഡിയൊക്കെ അങ്ങനെ ഒരു കോമഡിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പറയണേ എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ കമൻറ്റ് കൊടുക്കും. ചില ആൾക്കാർ ഫോട്ടോ വയ്ക്കുമ്പോൾ ഇവൻ ചത്തില്ലേ, ഇവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പട്ടാ, അതൊരിക്കലും നമ്മുടെ പ്രേക്ഷകരല്ല. അപ്പം നമ്മളെ പ്രേക്ഷകൻ ആരാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരാണ്, നമ്മളെ സ്നേഹിക്കുന്ന ആരാണ്, നമുക്ക് നെഗറ്റീവ് പറയുന്ന ആരാണെന്ന് തിരിച്ചറിയാനുള്ളൊരു ബോധം, നമ്മളുള്ളൊരു ബോധം ഉണ്ടായ അത് നമ്മൾ കുറ്റം പറയുന്നില്ല. അവർ നാളെ ഈ പറയുന്ന നാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് വരും. അത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് അവകാശപ്പെടാൻ പറ്റുന്നില്ല. ചിലർ മാത്രം ഇങ്ങനെയുള്ള കമൻറ്റ് വരും, ചിലർ മാത്രം നെഗറ്റീവ്, വളരെ ചുരുക്കം ആൾക്കാർ. പക്ഷെ അവരുടെ അടുത്തൊന്നും യാതൊരു വിധ വൈരാഗ്യവും അങ്ങനെയൊന്നുമില്ല. അവരെയും നമുക്കിഷ്ടമാണ്. അവരൊക്കെ വരും.
എല്ലാം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് നാളെ നല്ലത് പറഞ്ഞു വരും. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇവരായിട്ട് തന്നെ അങ്ങ് പോകും. ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ അമ്മ? ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാണ്? അപ്പച്ചനും അമ്മയും. അപ്പച്ചനും അപ്പച്ചനും അമ്മയും അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ നെഗറ്റീവും തെറിയും കാര്യങ്ങളൊക്കെ പറയുന്നവർ ഈ ഒരർത്ഥത്തിൽ നമ്മളൊരു 10 പേര് അറിയുന്ന ഒരു കലാകാരനായി എന്നുള്ള സന്തോഷത്തിൽ മരിച്ചെന്നേ ഉള്ളൂ അപ്പനും അമ്മയും. പക്ഷേ അവരുദ്ദേശിക്കുന്ന പോലെ ഒരു നല്ല സംഭവം കൊടുത്തിട്ട് അവരെന്തായാലും ഇത് കാണുന്നുണ്ട്. അല്ലല്ല പറ്റിയിട്ടില്ല. അത് ഇപ്പോൾ നല്ല വീടോ അല്ലെങ്കിൽ അങ്ങനെ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു സംഭവം കാണാൻ പറ്റിയിട്ട് അവർക്ക് മരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു 10 പേര് അറിയുന്ന ഒരു കലാകാരനായിട്ട് മരിക്കാൻ പറ്റിയിട്ട്. പക്ഷെ അവരെയൊക്കെ തെറി പറയുമ്പോഴും സങ്കടം വരും. ഇപ്പം നമ്മളെ പറയാം, നമ്മളൊരു തുറന്ന പുസ്തകമാണ്, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഫിഗറാണ്, നമ്മൾ എന്തുകൊണ്ട് പറയാം. അപ്പനും അമ്മയൊക്കെ പറയുമ്പോൾ ഒരു വിഷമം വരും. അത് എൻ്റെ എന്നല്ല, ആരെയും പറയരുത്. അത് നമുക്ക് അവരൊന്നും മനുഷ്യരായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല അങ്ങനെ പറയുന്ന ആൾക്കാർ. അതെ, അതിങ്ങനെ ചിലർ ജന്മങ്ങൾ എടുത്തു പോയതാണ്. പക്ഷെ ഞാൻ ഈ വന്നിട്ട് യൂട്യൂബ് കമൻറ്റിൽ വന്നിട്ട് ഞാനൊന്നും പറയാറില്ല. അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറില്ല. അവർ തിരുത്തുമ്പോൾ അങ്ങ് തിരുത്തട്ടെ എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഒന്നും പറയാനില്ല. എന്നെ എന്നല്ല, വേറെ ആരെയും പറയരുത്. ഇനി ഏതെങ്കിലും പുറത്തേതെങ്കിലും ഷോ ഇപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടോ? പുറത്തൊരു ഷോയുടെ എൻക്വയറി ഒക്കെ ഉണ്ട്. പുറത്ത് 1-2 സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിപ്പോൾ ഇത് ചിലത് പറഞ്ഞൊക്കെ കമ്മിറ്റി തീരുമാനിച്ച് വന്നതിന് ശേഷം പിന്നെ അത് സ്പ്ലിറ്റായി പോകും, ചിലത് ഉണ്ടാവും. എന്നാലും ഒരു ചെറിയൊരു എൻക്വയറി ഉണ്ട്. ഒരുപിടി ചിത്രങ്ങളും നല്ല ഒരുപിടി ഷോകളുമായിട്ട് ഇനിയും നമുക്ക് അടുത്തൊരു തവണ ഇരിക്കാനായിട്ട് ഈശ്വരൻ നമുക്ക് ഭാഗ്യം കിട്ടും. ഉറപ്പായും ഉണ്ടാവും. നമ്മളെല്ലാവരുടെയും മലയാളിയുടെ ഒന്നടങ്കമുള്ള സപ്പോർട്ട് തങ്കച്ചേട്ടൻ അത്രയേറെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് ഈ അത്യാവശ്യം നല്ല തിരക്കിനിടയിൽ നമുക്കോട് വളരെയധികം നന്ദി. വളരെ സന്തോഷം. ഞാൻ എന്നറിയാം, ഒരു അച്ചടക്കത്തോടു കൂടി ഇരുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. വേറെ അല്ല, പക്ഷേ ഒരു നല്ലൊരു ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അടിപൊളി. നമുക്ക് ചാനലിൻ്റെ ഇൻഫൈൻ പ്ലസ് ഓക്കെ, ഇൻഫൈൻ പ്ലസ്സിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് എന്താ പറയുക എല്ലാവരുടെയും എത്തട്ടെ. എല്ലാവർക്കും ഈ പറയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും നല്ല കമൻറ്റുകളും നല്ല അഭിപ്രായങ്ങളുമായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു പാട്ടല്ലേ? രണ്ട് വരി ഇല്ലാതെ നമുക്ക് ഞാൻ ഈ ആട്ടുകുട്ടിയും പട്ടിക്കുട്ടിയും കോഴിക്കുട്ടിയും ഒക്കെ പാടണമെങ്കിലും അതൊക്കെ പാടും. പക്ഷേ എങ്കിലും എനിക്ക് നല്ലൊരു സദ്യ കഴിച്ചതുപോലെ എനിക്ക് കഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പഴയ 2 വരി പാട്ട് പാടാതെ, അത് ഏത് പരിപാടിയാണെങ്കിലും ശരി, 2 വരി എനിക്ക് ആ പാട്ട് പാടാതെ എനിക്ക് കഴിച്ചു പോകില്ല. എന്നാലേ എൻ്റെ ദഹനം കറക്റ്റാവുള്ളൂ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീജികളിൽ വേണുമൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ, ഗാനലോല വീജികളിൽ വേണുമൂതുമാട്ടിടയൻ, പ്രാണസഖി ഞാൻ. സൂപ്പർ. അപ്പോൾ ഇത് പാടിയില്ലെങ്കിലേ എനിക്ക് പറ്റൂല. ഇത് പാടിയില്ലെങ്കിൽ, ഇൻ്റർവ്യൂവിൽ പാടിയില്ലെങ്കിൽ ഏതോ ഒരു സിനിമയിൽ പിന്നെ ഇന്നസെൻ്റ് ഏട്ടന് അത് ആ സത്യം പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മണ്ടേ ചെന്ന് പറയും. അതുപോലെ ഇത് പാടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വെറുതെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഈ 2 വരി പാടിച്ചു. ഓക്കെ. അപ്പോൾ സന്തോഷം. അപ്പോൾ സന്തോഷം. ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ഇൻഫൈൻ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് സഹകരിക്കാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇൻഫൈൻ പ്ലസിൻ്റെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫൈൻ പ്ലസിൻ്റെ എല്ലാ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്നേഹപൂർവ്വം തങ്കച്ചൻ വിതിര. ബൈ. താങ്ക് യു.